കാരണം 8-9 മാസം മുമ്പാണ് ഞാനുണ്ടായിരുന്ന ഒരു മുന്നണി സംവിധാനത്തിൽ നിന്ന് കേരളം നേരിടുന്ന വലിയ ചില പ്രതിസന്ധി, ജനങ്ങളുടെ ഇടയിലുള്ള ചില പ്രതിസന്ധികളും വരാനിരിക്കുന്ന ഗവൺമെന്റിലെ ADGP അജിത് കുമാർ അടക്കമുള്ള ഒരു വലിയ സംഘം, പോലീസിലെ ഒരു വിഭാഗം RSSുമായി കൂട്ടുചേർന്നുകൊണ്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ADGPയുടെയും അന്നത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടായ സുജിത് ദാസിന്റെയും നേതൃത്വത്തിൽ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന കള്ളക്കടത്ത്, റിദാൻ ബാസിൽ കേസ്, കോഴിക്കോട് നഗരത്തിൽ നിന്ന് പച്ചാപ്പകൽ കാണാതായ മാമി, ഭരണരംഗത്തെ IAS, IFS, IRS തുടങ്ങിയ ലോബിയും കേന്ദ്ര RSS നേതൃത്വവുമായുള്ള ബന്ധം, ഇതായിരുന്നല്ല വിഷയം. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ്, പ്രതിഷേധിച്ചാണ് ഞാൻ LDFൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഒരു ഘട്ടത്തിൽ എന്നെ കള്ളക്കടത്തുകാരനായി ചിത്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥ പോലും ഉണ്ടായി. നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ കള്ളക്കടത്തിന് നേതൃത്വം നൽകിയിരുന്ന ADGP അജിത് കുമാർ തെറ്റിദ്ധരിപ്പിച്ച് ഈ കള്ളക്കടത്തുകാരുടെ പിന്നിൽ PV അൻവറാണ് എന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചതിന് ശേഷം അദ്ദേഹം അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തുകയുണ്ടായി. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഞാൻ നിന്നിരുന്ന പ്രസ്ഥാനത്തിൽ എന്നെ കള്ളനാക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ് നിജസ്ഥിതി കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്ക് വന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഘട്ടത്തിൽ മാറി വരുന്നത്. മാറി വന്നതിന് ശേഷം കേരളത്തിലൊരു വലിയ വനനിയമ ഭേദഗതി ബില്ല് വന്നു. ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നങ്ങൾ, വന്യമൃഗ പ്രശ്നം കേരളത്തിൽ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂർ. ആ ബില്ല് എന്ന് പറയുന്നത് വനനിയമ ഭേദഗതി ബില്ലായിരുന്നു. ആ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാതെ നേരിട്ട് ഹാജരാക്കാൻ ഉള്ള അധികാരമില്ല. ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അധികാരമില്ല. ഒരു പോലീസ് ഫോഴ്സിന്റെ എല്ലാ ശേഷിയും സംസ്ഥാന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നൽകിക്കൊണ്ടുള്ള അമെൻമെന്റ് ആയിരുന്നു അതിലൊരു പ്രധാന ഭാഗം. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ മലയോര മേഖലയാകെ ജനങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്നും പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും സമരങ്ങളുമാണ്. ഒരു മനുഷ്യനെ ആന ചവിട്ടി കൊന്നാൽ അതിന് പ്രതിഷേധിക്കുന്ന മനുഷ്യരെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാതെ DFOയുടെ മുന്നിൽ ഹാജരാക്കി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത് നേരിട്ട് റിമാൻഡ് ചെയ്യാനുള്ള കാർഡൻ നിയമമായിരുന്നത്. ആ നിയമത്തെ നമ്മൾ എതിർത്തു. ഇന്ന് നമ്മളെ കുടിവെള്ളം തരുന്നത് മുഴുവൻ പുഴകളാണ്. ആ പുഴകൾ ആരംഭിക്കുന്നത് ഒട്ടുമിക്കതും ഫോറസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് ആരംഭിക്കുന്ന പുഴയായതുകൊണ്ട് ആ പുഴ അറബിക്കടലിൽ എത്തുന്നത് വരെയുള്ള ആ വെള്ളത്തിന്റെ അവകാശം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുന്നതായിരുന്നു അതിലെ മറ്റൊരു വലിയ വിഷയം. അത് കൈമാറപ്പെട്ടാൽ നമുക്ക് ഇന്നിപ്പോ ഒരാൾക്കും ഒരു തുള്ളി കുടിവെള്ളം എടുക്കാൻ പോലും പുഴയിൽ നിന്ന് സാധിക്കില്ല. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും പല സ്ഥലങ്ങളിലും കോർപ്പറേഷൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ പുഴകളിലെ വെള്ളമാണ്. അതിന്റെ മുകളിൽ റെസ്ട്രിക്ഷൻസ് വരും. അതിൽ നിന്ന് ഫോറസ്റ്റിന്റെ NOC വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിന് പോലും റേഷൻ കടയെ സമീപിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം എത്തുന്ന അത്രയും ജനവിരുദ്ധമായിട്ടുണ്ടായിരുന്ന ഒരു ബില്ലായിരുന്നു. അതിന് നമ്മൾ ശക്തമായി എതിർത്തു. അതിനെ എതിർക്കുന്നതും ഇങ്ങനെ ഒരു ബില്ല് വരുന്നുണ്ട് എന്നും കേരളത്തിലെ ജനങ്ങളോട് അന്ന് ഞാനാണ് വിളിച്ചു പറയുന്നത്. ആ ബില്ല് പബ്ലിഷ് ചെയ്തില്ല, പത്രത്തിൽ പരസ്യം ചെയ്തില്ല, ജനങ്ങളോടുള്ള അതിനുള്ള പ്രതികരണം തേടിയില്ല. ഗസറ്റിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് നിയമസഭ പോലും അറിയാതെ ഒളിച്ചു കടത്തി നിയമസഭയിൽ MLAമാർ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് പാസ്സാക്കിയെടുക്കാനുള്ള നിഗൂഢമായ നീക്കത്തെ അന്ന് ആ സമരത്തിലൂടെയാണ് ഞാൻ പൊളിക്കുന്നത്. ആ സമരത്തിന്റെ ഭാഗമായിട്ട് നിലമ്പൂരിൽ എത്തുമ്പോഴാണ് DFO ഓഫീസുമായി ബന്ധപ്പെട്ട മണി എന്ന് പറയുന്ന സഹോദരന്, ആദിവാസി സുഹൃത്ത്, അന്നേ ദിവസമാണ് നിലമ്പൂരിൽ ചവിട്ടിക്കൊല്ലുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നത്. ആ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച ആ സമരത്തിൽ അവിടെ ഒരു പ്ലാസ്റ്റിക് സ്റ്റൂളും ഒരു ഗ്ലാസും പൊട്ടിയത് 350-550 രൂപയുടെ നഷ്ടമാണ്. അതിന്റെ പേരിൽ ജയിലിലടച്ചത് നിങ്ങൾ കണ്ടതാണ്. നിങ്ങൾ കണ്ട വിഷയമാണ്.
ജുഡീഷ്യറിയുടെ സത്യസന്ധതയോണ്ടും അവർ ഈ കാര്യങ്ങൾ വിലയിരുത്തിയത് കൊണ്ടുമാണ് എനിക്ക് അന്ന് ജാമ്യം കിട്ടിയത്. അല്ലെങ്കിൽ മാസങ്ങൾ എന്നെ ജയിലിലിടാനുള്ള പ്ലാനായിരുന്നു. ഈ വിഷയങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നേരിടുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം.